വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കുറച്ച് ആര്യങ്കാവിലുള്ള കുറച്ച് സ്ഥലങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ആര്യങ്കാവിലുള്ള ഒരു നാച്ചുറൽ സാൻഡൽ വുഡ് ഫോറസ്റ്റാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവർ എടുത്ത് കണ്ടാൽ മതിയേ. അതുപോലെ തന്നെ നമ്മൾ ആര്യങ്കാവ് ആ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അരുവിയാണ്. നമുക്ക് ഭയങ്കര കാമായിട്ട് റിലാക്സ് ആയിട്ട് നമുക്കിരിക്കാൻ പറ്റുന്ന ഒരു അരുവിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മളവിടെ കൊടുത്തേക്കാവേ. അതിനുശേഷം നമ്മളിവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള നല്ല ചൂട് ബോളിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ കാട ഫ്രൈയും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കാട ഫ്രൈയും കൂടെ കഴിഞ്ഞ് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പോയത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളിലേക്കാണ്. അതായത് ഈ ടെമ്പിളിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ പറയുന്നത്. മറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ എടുത്തു വെച്ച് കണ്ടാൽ മതി. ഇതെന്ന് പറയുന്നത് തിരുമലൈ കുമാരസ്വാമി ടെമ്പിളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ആര്യങ്കാവിനോടൊക്കെ വളരെ അടുത്തിട്ടുള്ള ഒരു ടെമ്പിളാണ്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. തിരുമലൈ കുമാരസ്വാമി ടെമ്പിൾ എന്നാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയുള്ള അടിപൊളി പറഞ്ഞാൽ ശരിക്കും ഒരു മലയുടെ മണ്ടയിലുള്ള തിരുമലക്കോയിൽ ഒരുപാട് ഹിന്ദുസിൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുരുകൻ്റെ ശരിക്കും ഇത് കയറി പോകുന്ന വഴികളൊക്കെയാണ്. ഒരുപാട് തമിഴ് ആക്ച്വലി ഇത് മലയുടെ ഏറ്റവും താഴെയൊക്കെ ഇങ്ങനെ പണ്ട് ഇതുവഴി വഴി ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരെ കയറ്റായിരുന്നതാണ്. ഇതുവഴി റോഡ് സർവീസ് ഒക്കെ പിന്നീട് ഇവിടെ റോഡ് സൗകര്യം ഒരു മലയുടെ മണ്ടയിൽ പാറയൊക്കെ ഇതുവഴി റോഡ് നമ്മൾ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചതുപോലെ പാറയൊക്കെ അവർ ഇപ്പോൾ ഇവിടെ പൊട്ടിച്ച് റോഡുകളൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് ടൂറിസ്റ്റ് അങ്ങനെ ഈ ക്ഷേത്രം നമ്മൾ നമുക്ക് മലയുടെ താഴെ നിന്നാൽ തന്നെ ഇങ്ങനെ അവരുടെ തമിഴ്നാടിൻ്റെ സർക്കാരിൻ്റെ വണ്ടിയൊക്കെ നമുക്ക് കിട്ടുവേ. നമ്മൾ നമ്മുടെ കാറിന് തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഇങ്ങനെ തമിഴ് ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ ഭക്തരായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട്. ആ ടെമ്പിളിൻ്റെ മണ്ടേ കയറിയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവർ കയറിയ തന്നെ ഇതിനൊരു ചെരുപ്പിടാൻ പറ്റില്ല. നമ്മളും ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് അവരുടെ ആചാരപ്രകാരം തന്നെയാണ് ടെമ്പിളിൽ നമ്മൾ കയറിയത്. ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ വഴിപാട് സാധനങ്ങളായിട്ടുള്ള തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ കയറി വരുന്നിടത്ത് തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാം. കാരണം നമ്മൾ നടന്നു വരുന്നവരൊക്കെ കാണുമായിരിക്കുമേ. കാരണം ഈ അവരുടെ ആചാരപ്രകാരം വരുമ്പം നടന്ന് ഈ മല കയറുന്നവരൊക്കെ ഉണ്ടാവും. അതുപോലെ ഇവിടെ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ടെമ്പിളിനുള്ളിൽ തന്നെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഓരോ വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. അല്ലാതെ ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്കൊക്കെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ അവരിങ്ങനെ തമിഴ്നാട് സർക്കാർ തന്നെ അവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ളൊരു പ്ലേസൊക്കെ നമുക്കുണ്ട്. ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഭയങ്കര സൂപ്പറാണ് ആക്ച്വലി. കാരണം ഒരു മലയുടെ മണ്ടയിലാവുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത് സൂപ്പറാണ് ആക്ച്വലി. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും ഭംഗിയാണ് ശരിക്കും ഇവിടെ നിൽക്കാൻ. നമ്മളിവിടെ വരുവാണെങ്കിൽ ഒന്ന് രാവിലെ വരണം, അല്ലെങ്കിൽ ഒരു 4 മണി സമയത്ത് വരണം. ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര വെയിലാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുന്ന് കാണുമ്പോൾ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നടന്ന് കാണാൻ തന്നെ ഒത്തിരി ഇതുണ്ട്. നമ്മളിപ്പം ഹിന്ദു ആചാരത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വിഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഇതൊക്കെയുണ്ട്. ഓരോരോ ചെറിയ ഇങ്ങനെ അവരുടേതായ രീതിയിലുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥനയും പൂജയൊക്കെ ഉണ്ട്. അല്ലാതെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകളായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിലപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഒരു മഴക്കാറൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. കാരണം മലയുടെ മണ്ടയിലായതുകൊണ്ട് ആദ്യം തന്നെ മഴ പെയ്യുകയും ചെയ്യുന്നൊരു സമയമാണ്. എന്നിട്ട് 4 മണി സമയത്താണ് നമ്മൾ ശരിക്കും ടീമ്പിളിൻ്റെ ഇവിടെ എത്തിയത്. അപ്പോൾ അതേണ്ടേ നമ്മൾ ഇവിടെ നിന്നൊക്കെയുള്ളൊരു വ്യൂ ആണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കിങ്ങനെ ഒരു കുളം, മറ്റേ കുളം പോലെ അമ്പലത്തിൻ്റെ അമ്പലക്കുളമായിട്ട് ഒരു വലിയൊരു ഏരിയയിൽ അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിറയെ മീനൊക്കെ ഉള്ളൊരു കുളമാണിത്. അപ്പോൾ ഇവരുടെ ചുറ്റും നിന്ന് നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ നമുക്ക് മീൻ തീറ്റയൊക്കെ ഇങ്ങനെ കൊണ്ടിടാൻ തോന്നുന്നു. നോക്കി വെച്ചാൽ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല, നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്.
കുറേ ആൾക്കാരിങ്ങനെ മീൻ തീറ്റയൊക്കെ കൊണ്ട് ഇതിനകത്ത് ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു ഏരിയയിൽ തന്നെയാണ് ഇതിനകത്ത് കുളമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ കണ്ടത് ഇങ്ങനെ മുടി കാണിക്കായിട്ട് കൊടുക്കുന്ന, അതായത് മുടി മുട്ടയടിക്കുന്ന എന്തോ ഇതാണ്, ആ ഒരു സ്പേസാണിത്. എനിക്ക് തോന്നുന്നു മുടി ഇങ്ങനെ ഇതിനകത്ത് കയറുന്നവർ മുടി മുട്ടയടിച്ചിട്ടൊക്കെയാണ് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ മുടി കാണിക്കയായിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മുടി കാണിക്ക കൊടുക്കുന്നത് പോലെയുള്ള അവരുടെ ആചാരപ്രകാരം ചെയ്യുന്നതാണ്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ഇതിലും നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അവരുടെ മുരുകൻ്റെ ഇതാന്ന് തോന്നുന്നു, വിഗ്രഹം വെച്ചിട്ട് അതിലുള്ള പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനുള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തൊന്നും നമ്മൾ ക്യാമറ ഇങ്ങനെ അവരുടെ വിഗ്രഹമൊന്നും കാണിക്കാൻ പറ്റില്ല. അവിടെ ഒന്നും ക്യാമറ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഇവിടെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ ആ ഒരു സ്ഥലത്ത് മാത്രമേ കയറിയുള്ളൂ കേട്ടോ. അതിനകത്തൊന്നും ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് മനസ്സിലായില്ല. ഇവിടെയും ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് കയറിയിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നൊക്കെയുള്ളൊരു സൂപ്പർ ഒരു അടിപൊളി വിഷ്വൽസാണ്. ഈ തിരുമല കോയിലിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പാർക്കിംഗ് ഫീസ് ഉണ്ട്. കാറുകൾക്ക് പ്രവേശിക്കാൻ 50 രൂപയാണ് പാർക്കിംഗ് ഫീസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പാർക്കിംഗ് ഫീ വാങ്ങുന്നിടത്തായി അനവധി പൂക്കടകളും ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. മല അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് എത്തിയാൽ ക്ഷേത്രമുറ്റത്തായി പ്രസാദവും ഇങ്ങനെ വഴിപാട് സാധനങ്ങളും ലഘുഭക്ഷണവും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഇവിടെ നമുക്ക് കാണാവേ. നമ്മളന്ന് എന്തൊക്കെയോ അവിടെ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയോ നമ്മൾ ട്രൈ ചെയ്തു, പേരൊന്നും ശരിക്കും ഓർക്കുന്നില്ല. അപ്പം നമ്മളിവിടുത്തെ കുറേ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഒത്തിരി നമ്മൾ ആദ്യം വന്നപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് വരും. ഇതിൻ്റെ കറക്റ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൺമൊഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണ് ഈ തിരുമലൈ ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളവുമായി പങ്കുവയ്ക്കുന്ന അതിർത്തിക്കടുത്ത് പശ്ചിമ ഘട്ടത്തിൽ ഒരു ചെറിയ കുന്നിന്മേലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് തിരുമലൈ ക്ഷേത്രമെന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. കണ്ടോ, ഇവരുടെ ഇങ്ങനത്തെ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇവിടെ ശരിക്കും നമ്മൾ കുറച്ചൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഭയങ്കര നല്ല എന്തൊക്കെയാണ് വഴിപാട് നേർച്ചകളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഇതേ മോഡലിൽ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാവേ.